ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഇതാ എനിക്കാണെങ്കിൽ കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. ജമന്തിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണെങ്കിൽ രാവിലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തു. പതിവ് പോലെ തന്നെ ഇന്നും അത്തയിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓൾറെഡി ഞാനാണെങ്കിൽ ഓറഞ്ച് ജമന്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് യെല്ലോയും കൂടെ ഉള്ളൂ. നല്ല പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ചെറിയ പൂവായതുകൊണ്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്യുന്നത്. വലിയ പൂക്കളാണെന്നുണ്ടെങ്കിൽ സാധാ ഇതുപോലെ പിച്ചിട്ടാലും മതിയാവും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചപ്പോഴത്തേക്ക് സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. പൂച്ചയൊക്കെ കുറച്ച് നേരം അത്തോക്ക് ആസ്വദിച്ച് നിന്നു. പിന്നെ നമ്മളും കുറച്ച് നേരം അത്തോക്ക് കണ്ട് എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ പിന്നെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഷോപ്പിംഗ് ഒക്കെ എല്ലാവർക്കും മിക്കവാറും ഇഷ്ടമുള്ള പരിപാടിയായിരിക്കും. അങ്ങനെ ഞാനും പോയി ഒരുപാട് നേരം ക്രോപ്പ് ടോപ്പ് നോക്കി. അതിന് ശേഷം നമ്മളാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ടോപ്സിൻ്റെ സെക്ഷനായിട്ട് പോയി നോക്കി. ഇതൊക്കെയാണ് കേട്ടോ ക്രോപ്പ് ടോപ്പിൻ്റെ കളക്ഷൻ വന്നിട്ട്. എനിക്ക് ആണെങ്കിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അനിയത്തിക്കും ആ ഒരു സെക്ഷനാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളും അതുപോലെ ഡ്രസ്സൊക്കെ നോക്കി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ അടുത്ത് നമുക്ക് ഡ്രസ്സ് എടുത്തതിന് ശേഷം അമ്മാമ്മയ്ക്കും പിന്നെ അമ്മയ്ക്കുമായിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. അമ്മാമ്മയ്ക്ക് നൈറ്റി ആണ് കേട്ടോ എടുക്കാനായിട്ട് പോയത്. ഞാനും എൻ്റെ അനിയത്തിയും അവിടുത്തെ കളക്ഷൻസ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു നൈറ്റി സെറ്റൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം അടുത്ത് സാരിയിലോട്ടാണ് കേട്ടോ പോയത്. അതിന് മുമ്പാണെങ്കിൽ അവിടെയാണെങ്കിൽ ഒരുപാട് കമ്പിളി പുതപ്പുകളൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ നല്ല സോഫ്റ്റാണ്. ഓണക്കോടിയൊക്കെ നിങ്ങൾ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കടയിൽ എന്തായാലും പോകണം കേട്ടോ. അടുത്ത് നമ്മൾ സാരി കളക്ഷൻസിലോട്ടാണ് പോകുന്നത്. ഇനി അടുത്ത് വെള്ളം കുടിച്ചിട്ട് ഇത്തിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അടുത്ത് പിന്നെ സാരിയിലോട്ട് പോയി. സാരികളും അവർ നേരത്തെ നോക്കുവാണ്. നമ്മൾ പിന്നെ മേടിച്ചത് ഈ ഒരു കരയുള്ള സാരിയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കടയിൽ ഇത്രയും കളക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു കടയുടെ പേരറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻ്റ് ഇടുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബട്ടർ സ്കോച്ചിൻ്റെയും ചോക്ലേറ്റിൻ്റെയും 2 ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനെടുത്തത് ബട്ടർ സ്കോച്ചാണ്. അനിയത്തി ചോക്ലേറ്റും എടുത്തു. പിന്നെ നമ്മൾ വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഇതുപോലെ തന്നെ ബില്ല് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല, ഈ ഒരു സെക്ഷനിലാണെങ്കിൽ നമുക്ക് ബാഗ് അവൈലബിൾ ആണ്. ജെൻസിനുള്ള പൈസയൊക്കെ വയ്ക്കാൻ പറ്റിയ പൗച്ചൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ മേടിക്കാം. പിന്നെ അങ്ങനെ നമ്മളാണെങ്കിൽ ഒരു ആട്ടോയിലാണെങ്കിൽ യാത്ര ചെയ്തിട്ട് നമ്മൾ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കിതുപോലത്തെ ഷൂ വേണമെന്നുള്ളത്. അനിയത്തിക്കും അതുപോലെ തന്നെ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഷൂ മേടിച്ച് തരുന്നതും ഇടുന്നതും ഒക്കെ. എൻ്റെ സന്തോഷമൊക്കെ നമ്മുടെ മുഖത്തും ഉണ്ടല്ലേ. ആഗ്രഹിച്ച സാധനം കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫാമിലിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരം ബോർഡ് കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ട് നമ്മളാണെങ്കിൽ ഇതാ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് കട്ടകളൊക്കെ വെച്ച് അപ്പാപ്പയും ഞാനും എൻ്റെ അനിയത്തിയും അമ്മാമ്മയും കൂടിയിട്ട് ക്യാരം ബോർഡ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മാവനാണെങ്കിൽ നല്ലതുപോലെ ക്യാരം ബോർഡിൻ്റെ ആ ഒരു ടെക്നിക്സൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമുക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മളിതുപോലെ ടി വി ഒക്കെ കട്ടായി കിടക്കുന്ന സമയത്തും അങ്ങനെ ബോറടിക്കുന്ന സമയത്തും ഒക്കെയാണ് ഈ ഒരു ക്യാരം ബോർഡ് വെളിയിലെടുക്കുന്നത്. അങ്ങനെ എൻ്റെ അവസരം വന്നു. ഞാനും അങ്ങനെ ഓരോ കട്ടകളായിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ, ടി വി, മൊബൈൽ അതൊക്കെ എടുക്കുന്ന നേരം കൊണ്ട് നമ്മൾ ഇതുപോലെ ക്യാരംസ് പിന്നെ ഏണിയും പാമ്പും അതുപോലത്തെ ഗെയിംസൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിംസിലൂടെയും ഒക്കെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ ലെവലാണ്. അങ്ങനെ എല്ലാവരെയും ഞാൻ ഹാപ്പി ആക്കിയിട്ടുണ്ട് ഇന്നൊരു ദിവസം. മാമനാണെങ്കിൽ എല്ലാവരുടെ സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ കട്ടകളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഡേ ആണെങ്കിൽ ഫുൾ സ്പെഷ്യലായിരുന്നു. ക്യാരം ബോർഡ് കളിച്ച് വന്നപ്പോഴത്തേക്കും നല്ലപോലെ വിശപ്പ് വന്നു. പിന്നെ അടുത്തൊന്നും നോക്കിയില്ല, നേരെ അടുക്കളയിൽ പോയിട്ട് ചോറും തോരനും മരിച്ചിനിയും പിന്നെ മീൻ പൊരിച്ചതും അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിനകത്ത് മുട്ട ഇരുന്നത് കണ്ടുകൊണ്ട് ഇത്തിരി മുട്ടയും കൂടെ പൊരിച്ചു. വിശന്നിരിക്കുമ്പോൾ എന്ത് രുചിയാണ് ആഹാരത്തിന്. ഞാൻ പിന്നെ എല്ലാം കൂടെ ഇതാ മിക്സ് ചെയ്തു. പറമ്പിൽ നിന്ന് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി നല്ലതുപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മുട്ടയും അതിൻ്റെ മുകളിൽ വെച്ച് അതിന് ശേഷം പൊരിച്ച മീനിൻ്റെ ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് അങ്ങ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.